Hello, welcome to Aadiz vlogs. എൻ്റെ കഴിഞ്ഞ വീഡിയോ പാലട പ്രഥമൻ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്കൊരു ചക്കപ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഇപ്പോൾ ചക്കപ്രഥമൻ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം ചക്കയുടെ സീസൺ അല്ല. പക്ഷേ ചക്കയുടെ സീസണിൽ ചക്ക വരട്ടി വെച്ചവർക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ ചക്കയുടെ സീസണിൽ ഞങ്ങൾ ചക്ക വരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല വരിക്ക ചക്ക, നല്ല ശർക്കരയും നെയ്യൊക്കെ ഇട്ടിട്ട് വരട്ടി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇതിങ്ങനെ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ചക്കയുടെ സീസണൊന്നും അല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കണം തോന്നി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ചക്ക പായസം വേണമെന്നൊന്നുമില്ല, ചക്ക പലഹാരമായാലും ചക്ക അടയാണെങ്കിലും എന്ത് വേണമെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചക്ക വരട്ടിയത് നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഒരു നാളികേരം മുഴുവനായിട്ട് ചിരകിയതാണ്, അത് വേണം. നമുക്ക് പാല് പിഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1-ാം പാലും 2-ാം പാലും വേണം. ഇനി നമുക്ക് ഈ ചക്ക വരട്ടിത്തൊന്ന് കുതിർത്തെടുക്കണം. നന്നായിട്ട് കട്ട ഉണ്ടാവുമല്ലോ അതിൽ. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ. ചക്ക വരട്ടിയത് 2-ാം പാൽ ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ടയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആദ്യം ഒഴിക്കേണ്ടത് 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 വലിയ അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ശരിക്കും ശർക്കര പാവ് കാച്ചണം, പക്ഷേ ഇത് ഒട്ടും കല്ലില്ലാത്ത ശർക്കരയായ കാരണം പാവ് കാച്ചേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പാവ് കാച്ചാത്തത് കേട്ടോ. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ 2 അച്ച് ശർക്കര മതി, കാരണം നമ്മൾ ചക്ക വരട്ടി വെച്ച സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ചക്ക വരട്ടി വെക്കുമ്പോൾ ഓൾറെഡി നന്നായിട്ട് ശർക്കര ഇട്ടിട്ടാണ് വരട്ടി വെക്കണേ. അതുകൊണ്ട് തന്നെ പായസത്തിൽ നമുക്ക് ഇത്രയും മതി. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ നമുക്കിടാം. ഇനി ബാക്കി ഉണ്ടായിരുന്ന 2-ാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിയണം. അതുപോലെ തന്നെ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-ാം പാലും ചേർത്തിട്ട് നമ്മൾ ചക്ക വേവിക്കുകയാണ് ചെയ്തത്. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അധികം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. പായസമൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളികേരക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി നല്ല നെയ്യിലാണ് വറുത്തെടുക്കണേ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ അതൊന്ന് വറുത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരക്കൊത്ത് മാത്രമേ ഞങ്ങളിവിടെ ചേർക്കണുള്ളൂ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ചേർക്കണില്ല. അതിന് നാടൻ രീതിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ പായസത്തിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. എന്നിട്ട് നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമ്മളത് പായസത്തിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഇത്തിരി ലൂസ് പോലെ തോന്നും പായസം, പക്ഷെ അത് ഇരിക്കും തോറും നല്ല കട്ടിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഓണത്തിന് എല്ലാവരും എന്ന് പറയണില്ല, ഓണത്തിന് ഈ ചക്ക വരട്ടത് വീട്ടിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ചക്കയുടെ സീസൺ അല്ല. അതുകൊണ്ട് ചക്ക വരട്ടിയത് വീട്ടിൽ വെക്കണവർ ഈ ഒരു രീതിയിൽ പായസം ഒന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ചക്ക വരട്ടി വെക്കാത്തവർ ഉറപ്പായിട്ടും അടുത്ത കൊല്ലത്തെ ചക്കയുടെ സീസണിൽ ഇതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, വരട്ടി വെച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ പായസമായാലും അതുപോലെ തന്നെ പലഹാരമായാലും ചക്ക അടയാലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.